അവനോട് പോയി ഹാപ്പി ആനിവേഴ്സറി മറ്റേത് അത് വേണോ? ഹാപ്പി ആനിവേഴ്സറി പറഞ്ഞല്ലേ ഒന്ന് വാങ്ങിക്കരുത്. നിനക്ക് ഭ്രാന്തുണ്ടോ? നീ എവിടെ നിന്ന് വാങ്ങിച്ചത്? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. നോക്കട്ടെ. അകത്ത് കിടിമ നീ എന്തിനാടാ വീഡിയോ കാണിച്ചോളൂ. എന്തിനാടാ വാങ്ങിച്ചത്? അയ്യോ കിട്ടിയതിന്റെ സന്തോഷം മുഖത്ത് കാണാനേ ഇല്ലട്ടെ. അങ്ങനല്ലേ പറഞ്ഞല്ലോ ഒന്ന് വാങ്ങിക്കില്ല. എനിക്കൊന്നും വാങ്ങിക്കാനില്ല. Happy anniversary to you. Happy anniversary to you. Happy anniversary to you guys. Happy anniversary to you. നിങ്ങൾ പോയാ അത് വാങ്ങിക്കാൻ, ഈ മാല വാങ്ങിക്കാൻ. അതും കിടിലൻ കഥ. അത് കിടിലൻ കഥയായിരുന്നു. മനസ്സിലാവള്ള എന്തിരുന്ന് ഞാൻ അപ്പഴേ പറഞ്ഞാണ് എനിക്ക് കൊടുക്കും. ഇപ്പഴും കണ്ട എനിക്കല്ലേ ഗിൽറ്റി ഫീല്. ഞാൻ നിനക്ക് സർപ്രൈസ് തരാതെ ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ. അന്ന് പറഞ്ഞ ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ഞാൻ ഒന്നും ചെയ്യാനില്ല. അതെനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ സൂര്യാകത്ത് പോയപ്പോ ഞാൻ എക്സ്പെക്ട് ചെയ്ത് എന്തോന്ന് എന്തെങ്കിലും എടുക്കാൻ പോണേന്ന്. സത്യം പറ. അമ്മ സത്യം ദൈവത്തിനാണ്. ഒരു മിനിറ്റ്, ഇത് ഇവിടെ താലി കെട്ട് സുഖു ഞാൻ കൊരവിടാ. ആ അതല്ല, നാത്തു വന്ന് ബാക്കി കെട്ട്. എന്തോന്നാടാ ഇതിനെ? ഞാൻ സാധനം എടുക്കിനി. സൂര്യ മേടിച്ചത് കൊടുക്ക്. ഒന്നും ഞാൻ വാങ്ങിച്ചില്ല. നീ കൊച്ച ഇവിടെ സിഗരറ്റ് ഞാൻ വാങ്ങിച്ചില്ല. സത്യമായിട്ടും അങ്ങനെയാണ് നമ്മള് പറഞ്ഞത്. ഒന്നും വാങ്ങിക്കണ്ട. ഞാൻ എവിടെ പോയി എന്തോന്ന് വാങ്ങിക്കേ? അത് കുഴപ്പമില്ല. കേക്ക് കട്ടി എനിക്ക് വെച്ചു. ഇതെന്താ മോതിരം ഊരി കഴിച്ചു. അതൊന്നും ഇനി കേറില്ല. അതെ കേക്ക് ഇത് മാറ്റണം. ഇരിക്കി ഇരുന്നിട്ടേ. ഹാപ്പി പാട്. Happy anniversary. Happy anniversary to you. Happy anniversary to you, Midunade. എത്ര വലിയ പാട്ടായിരുന്നു. നല്ലതാണോ? അവന്റെ കേക്കിന് അതേ ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഐസ്ക്രീം കൂടെ എടുത്ത് നമുക്ക് തിന്നാം. ഇതെന്താ എത്ര മിനിറ്റിന്റെ വീഡിയോ ആണത്? നിങ്ങളുടെ 2 വർഷത്തെ അനുഭവം ഇനി രണ്ടൊരു ഒന്ന് എണീറ്റിക്ക് വൺ ഷോട്ട് വീഡിയോ ഉള്ളൂ. പറയ് മാല
പറ അടുത്ത ആഴ്ചയിലേക്ക് സൂചിച്ചോ പറയേ എന്തോ 2 വർഷത്തെ എക്സ്പീരിയൻസ്. നല്ല രണ്ടല്ല നല്ല കല്യാണം മികച്ച എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ 2 ദിവസം പോലെ പോയി. 2 ദിവസം പോലെ അങ്ങനെ പോയില്ല, എന്നാലും നല്ലൊരു മികച്ച ഒരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ ലൈഫിൽ ആരും കല്യാണം കഴിക്കാതിരിക്കുക, ലൈഫ് എൻജോയ് ചെയ്യുക. ഞാൻ എപ്പോഴും അവന് തലപ്രാന്ത് കൊടുക്കും. ഞാൻ അങ്ങനെ പ്രഷർ കൊടുക്കണ ഒരു ഭാര്യയാണ്. അതെ, കല്യാണം കഴിച്ചതിന് ശേഷം ഞാൻ ഒരു പ്രഷർ കുക്കറിനകത്ത് കടല പോലെയാണ്. കടലല്ല പോപ്കോൺ. പൊട്ടും ഇടക്ക്. ചുമ്മാ കഴിച്ച അങ്ങനെയൊന്നുമല്ല, നല്ല ഒരു ഇതാണ്. അങ്ങനെയല്ല, എന്തായാലും ഒരെണ്ണം പറ. ചുമ്മാ അറിയാം നമ്മള് അല്ല, ഉണ്ട് പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളില്ലാതായിട്ട് അങ്ങനെയല്ല, നമുക്ക് നമ്മളെ പ്രശ്നം നമ്മൾ തന്നെ ഡീൽ ചെയ്തും കഴിയും. പിന്നെ ഒരു ചട്ടിങ് വരാകുമ്പോ തട്ടിമുട്ടിയിരിക്കും. പിന്നെ ഇവിടെ തന്നെ എന്റെ അമ്മയെ പോലെ കെയർ ചെയ്യാറുണ്ട്, എല്ലാ കാര്യം ചെയ്യാറുണ്ട്, എല്ലാം നോക്കുന്നുണ്ട്. പക്ഷേ ക്ഷീണിച്ചിട്ടുണ്ടല്ലോ കുറച്ച്. അത് ഇവിടുത്തെ കാലാവസ്ഥ. പക്ഷെ അമ്മയുടെ അടുത്ത് നിന്നപ്പോ നല്ലോണം ഫുഡ്. അതിനെപ്പറ്റി സൂര്യക്ക് എന്താ പറയാനുള്ളത്? അത് അമ്മ ഒരിക്കലും അമ്മയാവില്ല കേട്ടോ, അമ്മയെ മറികടക്കാൻ വേറെ പറ്റില്ല. അല്ല, സൂര്യയുടെ മറ്റേ ഡയലോഗ് പറ. ഏതാ? ഞാൻ 3 നേരം ഫുഡ് ഉണ്ടാക്കണില്ലേ? ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത് അത്രേ ഉള്ളൂ. എന്നിട്ട് പക്ഷെ മാനസികമായിട്ടുള്ള വിഷമങ്ങൾ കാരണമായിരിക്കാം. ഒന്നാമത്തെ കൂട്ടുകാരൊന്നും ശരിയല്ല. ഈ വീഡിയോ എടുക്കണ സുഖകരമായിട്ട് നമ്മുടെ ഫ്രണ്ട്സ് വീഡിയോ എടുക്കുന്ന സുഖകരമായിട്ട്. പിന്നെ ആര്? പുള്ളിയാ? ഹസ്ബൻഡ്സാ? ഇതൊന്നും അറിയാതെ 2 ആഴ്ച മുന്നേ അല്ല 1 ആഴ്ച മുന്നേ ചേട്ടൻ അറിയാതെ അവസ്ഥ കുറിച്ച് എപ്പോഴും പറയുന്നു, എന്റെ അവസ്ഥ കണ്ട് ചേട്ടൻ എവിടെയും മാറിപ്പോവാം. അപ്പൊ ഹാപ്പി ആനിവേഴ്സറി. പരിപാടി നിർത്തും. മതി.